UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ ആദ്യ ഘട്ടത്തിൽ തന്നെ പെൻഷൻ വർദ്ധിപ്പിക്കുന്നത് 3000 രൂപയായി വർദ്ധിപ്പിക്കുമെന്നെല്ലാം പറഞ്ഞിരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് സൂചിപ്പിച്ചതാണ്. പക്ഷേ അത്തരമൊരു പ്രഖ്യാപനം അദ്ദേഹം പറഞ്ഞ മറുപടിയിൽ അതിനെക്കുറിച്ച് ആലോചിച്ചു വരുന്നു എന്നാണ്. പക്ഷേ ഇത്തരമൊരു പ്രഖ്യാപനം സ്വാഭാവികമായിട്ട് ബഡ്ജറ്റിൽ വന്നില്ല. അതുകൊണ്ട് ഈ വർധനവ് പരിഗണനയിലുണ്ടോ, അത് പരിഗണിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. പ്രധാനമാണ് തീർച്ചയായിട്ടും. എന്തായാലും കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് 1600 രൂപയുടെ പെൻഷൻ 2500 രൂപയാക്കി വർദ്ധിപ്പിക്കും എന്നൊരു വാഗ്ദാനം ഉണ്ടായിരുന്നു. സാർ, അത് ആദ്യത്തെ 4.25 വർഷക്കാലം 1600 രൂപയിൽ നിന്ന് 1 രൂപ കൂട്ടിയില്ല. 4.25 വർഷമായപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലയാഴ്ചയാണ് 1600 രൂപ 2000 രൂപയാക്കി വർദ്ധിപ്പിച്ചത്. എന്തായാലും അത്തരം ഒരു കാലതാമസം ഈ 3000 രൂപയുടെ കാര്യത്തിൽ ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു കാരണവശാലും ഉണ്ടാവില്ല. എത്രയും പെട്ടെന്ന് ജനങ്ങളോട് നൽകിയ വാഗ്ദാനം ഈ സർക്കാർ പാലിക്കുക തന്നെ ചെയ്യും. AC യുടെ കാര്യം, ഒരു വീട്ടിൽ AC ഉണ്ടെങ്കിൽ അതിന്റെ പേരിൽ ക്ഷേമ പെൻഷൻ നിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. രോഗികളായിട്ടുള്ള ആളുകൾക്ക് ഡോക്ടർമാരാണ് പലപ്പോഴും AC നിർദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഡയാലിസിസ് ആയ പേഷ്യൻസ്, അവരെ കൊണ്ടുപോകാൻ വേണ്ടി ചിലപ്പോൾ നാട്ടുകാരൊക്കെ പണം പിരിച്ച് വാഹനം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത്തരം ആളുകൾക്ക് പെൻഷൻ നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരം മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്താൻ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കാൻ ഉദ്ദേശിച്ചത്. വിശദമായ പരിശോധന പെൻഷൻ വിതരണത്തിന്റെ കാര്യത്തിലും അതിന്റെ മാനദണ്ഡങ്ങളുടെ കാര്യത്തിലും ഉണ്ടാകണം. ഇപ്പോൾ ഗവൺമെന്റിന് അതിന് സമയം കിട്ടിയിട്ടില്ല. തീർച്ചയായും അത് പരിശോധിച്ച് കുറ്റമറ്റതാക്കി ഈ വിതരണം നടത്താൻ വേണ്ടിയിട്ടുള്ള പരമാവധി ശ്രമം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്ത് നാളെയാണ് ക്ഷേമ പെൻഷൻ വിതരണം നടക്കുന്നത്. നാളെ ബുധനാഴ്ച ക്ഷേമ പെൻഷൻ വിതരണം നടക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ഉത്തരവ് ഇന്ന് ഇറങ്ങും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. വീഡിയോ വിശദാംശങ്ങളിലേക്ക് എത്തുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ ബുധനാഴ്ച മുതൽ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയെ അറിയിച്ചു. അംഗങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ക്ഷേമ പെൻഷൻ വർധനവ് ഉടൻ തന്നെ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കഴിഞ്ഞ സർക്കാർ ക്ഷേമ പെൻഷൻ 2500 എത്തിക്കുമെന്ന വാഗ്ദാനം നടപ്പിലാക്കിയില്ല. 1600 ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ച് 2500 ആക്കുമെന്ന് പറഞ്ഞ് 4.25 വർഷം അനങ്ങാതെയിരുന്നു. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് മാത്രമാണ് 400 രൂപ വർദ്ധിപ്പിച്ച് 2000 എത്തിച്ചത്. ആ ഒരു ചതി ജനങ്ങളോട് UDF സർക്കാർ ചെയ്യില്ല എന്നും മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ പ്രസ്താവിച്ചു. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഈ ഒരു പ്രസ്താവന ക്ഷേമ പെൻഷന്റെ വർധനവിൽ വലിയ താമസങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളതാണ്. ഇപ്പോൾ സർക്കാർ അധികാരത്തിൽ കയറിയിട്ടേ ഉള്ളൂ, ക്ഷേമ പെൻഷൻ സർക്കാർ അധികാരത്തിൽ കയറിയിട്ടേ ഉള്ളൂ എന്നും കുറച്ച് സാവകാശം വേണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങളിൽ മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് എന്നും മുഖ്യമന്ത്രി മറ്റു അംഗങ്ങളുടെ മറുപടിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ക്ഷേമ പെൻഷൻ അനുവദിക്കുന്നതിന് ചില മാനദണ്ഡങ്ങളിൽ പരിഷ്കരണം വരുത്തിയേക്കും. AC ഉൾപ്പെടെയുള്ള ആധുനിക സൗകര്യങ്ങൾ ഉണ്ട് എങ്കിൽ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് തടസ്സമുണ്ട്, ക്ഷേമ പെൻഷൻ അനുവദിക്കുന്നതിന് തടസ്സമുണ്ട്. അത് പുനഃപരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. PK ഫിറോസ് MLA ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഈ കാര്യം വ്യക്തമാക്കിയത്. ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകളുടെ വീടുകളിൽ AC വെക്കുകയാണ് എങ്കിൽ ആ ഒരു പെൻഷൻ മുടങ്ങുന്ന അവസ്ഥയുണ്ട്. ചില രോഗങ്ങൾക്ക് ഡോക്ടർമാരാണ് AC നിർദ്ദേശിക്കുന്നത്. ഡയാലിസിസ് രോഗികൾക്കെല്ലാം AC വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു കാരണം കൊണ്ടെല്ലാം പെൻഷൻ മുടങ്ങുന്ന സാഹചര്യം വരെ ഉണ്ട് എന്നും PK ഫിറോസ് MLA ഉയർത്തി കാണിച്ചു. ഇതെല്ലാം പരിശോധിക്കുമെന്നും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും പരിഷ്കരണം വരുത്തുമെന്നും മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. കാറുകൾ ഉണ്ട് എങ്കിൽ പെൻഷൻ മുടങ്ങുന്ന സാഹചര്യവും പരിശോധിക്കും എന്നും അറിയിച്ചിട്ടുണ്ട്. കാലാകാലങ്ങളിലായിട്ട് പെൻഷൻ അനർഹത പരിശോധന നടത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പെൻഷന് ഒരു സമയത്ത് അർഹതയുണ്ടായിരുന്നു, പിന്നീട് സാമ്പത്തിക സ്ഥിതി വലിയ തോതിൽ മെച്ചപ്പെട്ട ആളുകൾക്ക് പെൻഷൻ വാങ്ങുന്നുണ്ട് എങ്കിൽ അതിൽ നിന്നും ഒഴിവാക്കുകയും പുതിയ അർഹരായിട്ടുള്ള ആളുകളെ ഉൾപ്പെടുന്ന നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചിട്ടുണ്ട്. നാളെ ബുധനാഴ്ച ക്ഷേമ പെൻഷൻ വിതരണം നടക്കുമെന്ന്. മുഹറം അവധിക്ക് ശേഷമായിരിക്കും കയ്യിൽ വീടുകളിൽ പെൻഷൻ വിതരണം ഉണ്ടാകുക എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്തു വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.